പെൻഷൻ പരിഷ്കരണ നടപടികൾ അനന്തമായി നീട്ടിക്കൊണ്ടുപോകരുത്. ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുന്നിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. അനുവദിക്കുക, പരിഷ്കരിക്കുക. അവകാശങ്ങൾ പ്രധാനമല്ല, പിടിച്ചു വയ്ക്കാൻ നോക്കണ്ടോ, രാജിവെക്കു പുറത്തു പോകൂ. പരിഷ്കരണ നടപടികൾ ഉടൻ ആരംഭിച്ചതാണ്. സംസ്ഥാന സർവീസ് പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കേണ്ട 2024 ജൂലൈ 1 പിന്നിട്ടിട്ടും വർഷം 1 കഴിഞ്ഞിട്ടും പെൻഷൻ പരിഷ്കരണ കമ്മീഷനെ നിയമിക്കാനോ പരിഷ്കരണ നടപടികൾ ആരംഭിക്കുവാനോ ഇതുവരെ തയ്യാറാകാത്ത സർക്കാർ നിലപാടിൽ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ശ്രീകൃഷ്ണപുരം സബ് ട്രഷറിക്ക് മുൻപിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഒ ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്തപ്പോ അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. അവിടെ ജീവനക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി, അവരൊപ്പം നിൽക്കുന്ന ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട്. ശമ്പള പരിഷ്കരണമൊക്കെ അതൊക്കെ കൃത്യമായിട്ട് ഈ സമയത്ത് ഈ ഗവൺമെന്റ് സമയബന്ധിതമായി ചെയ്യും എന്നൊരു ഉറപ്പ് ജീവനക്കാരുടെ മുമ്പിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ 6 മാസമായി. ഇപ്പോഴും ശമ്പള പരിഷ്കരണവും പെൻഷൻ പരിഷ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരുവിധ നടപടിക്രമങ്ങളും സർക്കാർ ആരംഭിച്ചിട്ടില്ല. അപ്പൊ അതിനെതിരായിട്ട് നമ്മൾ ഇന്ന് നമുക്ക് സന്തോഷപ്രദമായിട്ട് പുതിയ രീതിയിൽ പെൻഷൻ കിട്ടേണ്ട ദിവസം കരിദിനമായിട്ട് സംസ്ഥാനത്തൊട്ടാകെ നമ്മൾ ആചരിക്കുകയാണ് KSFBയുടെ ആഭിമുഖ്യത്തിൽ. നമ്മുടെ പെൻഷൻകാരുടെ അവകാശങ്ങള് പൊതുജനങ്ങളുടെ മുമ്പിലും അതുപോലെ തന്നെ പെൻഷൻകാരുടെ മുമ്പിലും ചൂണ്ടിക്കാണിക്കാൻ ഈ ഒരൊറ്റ സംഘടന KSFBയെ അതൊന്ന് മാത്രമേ ഉള്ളൂ. പാലക്കാട് ജില്ലാ പ്രസിഡന്റ് കെ ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറി ഓമന ഉണ്ണി, UDF ഒറ്റപ്പാലം നിയോജക മണ്ഡലം കമ്മിറ്റി ചെയർമാൻ P ഗിരീശൻ, BD മണികണ്ഠൻ, VK വാസുദേവൻ, K ഉണ്ണികൃഷ്ണൻ, A ജ്ഞാനാംബിക, K ശ്രീകുമാർ, B ഉണ്ണികൃഷ്ണൻ, PT തങ്കവേലു, PV ശശിധരൻ, PR മുരളി, N നാരായണൻകുട്ടി, PK അബ്ദു, ഉണ്ണിക്കരിമ്പുഴ, B മുരളീധരൻ, MN മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു. നാൾ മുതൽ പെൻഷൻകാരോട് തുടർച്ചയായി കാണിച്ചു പോരുന്ന നിഷേധത്തിനെതിരെ, അവഗണനയ്ക്കെതിരെ ആണ് ഈ 2025 ജൂലൈ 1 സംസ്ഥാനത്തുടനീളം കരിദിനമായി ആദരിച്ചുകൊണ്ട് എല്ലാ ട്രഷറികൾക്ക് മുന്നിലും, ഈ സംസ്ഥാനത്തെ എല്ലാ ട്രഷറികൾക്ക് മുന്നിലും ഇന്ന് രാവിലെ 10 മണിക്ക് മുതൽ ഉച്ചവരെ ധർണ നടത്തുകയാണ്. നമുക്ക് പറയാനുള്ളത്, 9 വർഷക്കാലമായി ഇടതുപക്ഷ സർക്കാർ ഈ പെൻഷൻകാർക്ക് ഒരു ആനുകൂല്യവും തന്നെ തന്നിട്ടില്ല എന്നുള്ളതാണ്. അതാണ് സത്യം. 2024 ജൂലൈ 1 നിശ്ചയമായും സംസ്ഥാന സർവീസ് പെൻഷൻകാർക്ക് പെൻഷൻ പരിഷ്കരണം ലഭിക്കേണ്ടതാണ്. കൊല്ലം 1 കഴിഞ്ഞു, പെൻഷൻ പരിഷ്കരണം ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല, അത് ലഭ്യമാക്കാനുള്ള പെൻഷൻ കമ്മീഷനെ പോലും നിയമിക്കാതെ പെൻഷൻകാരോട് ആരുണ്ട് ഇവിടെ ചോദിക്കാൻ, എങ്കിൽ ഞങ്ങളതൊന്ന് കാണട്ടെ എന്ന നിലയ്ക്ക് വളരെ ധിക്കാരപരമായ സമീപനമാണ് ഈ ഇടതുപക്ഷ സർക്കാർ പെൻഷൻകാരോട് തുടർച്ചയായി 9 വർഷക്കാലമായി ചെയ്തുകൊണ്ടിരിക്കുന്ന എന്നാണ് പരമാർത്ഥം.